അത്യന്തം ദാരുണമായ സംഭവമാണ് പലവൻപുഴയിൽ ഉണ്ടായതെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ബന്ധുക്കളുടെയും കോളേജിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ വേണമെന്നും എം പി പറഞ്ഞു. വടാട്ടുപാറ പലവൻപുഴയിലെ ദുരന്തം അതിദാരുണമാണ്. യുവാക്കളുടെ മരണത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. 3 കുടുംബങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. വടാട്ടുപാറയിൽ ഇന്നലെ ഉണ്ടായത് മാർ ബസേലിയോസ് ഡെൻ്റൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളായിട്ടുള്ള 3 കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയും മരണമടയുകയും ചെയ്തിരിക്കുന്നു. അങ്ങേയറ്റത്തെ വേദനയും ദുഃഖവും പ്രകടിപ്പിക്കുകയാണ്. ഭാവി പ്രതീക്ഷയായിട്ടുള്ള 3 കുടുംബങ്ങളുടെ അത്താണിയായിട്ടുള്ള 3 ആൺകുട്ടികൾ ഈ വിധത്തിൽ മരണപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രയാസകരമാണ്. 3 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, മാർ ബസേലിയോസ് ഡെൻ്റൽ കോളേജ് ഈ ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല എല്ലാവരും ഈ കാര്യത്തിൽ വളരെയധികം ദുഃഖം രേഖപ്പെടുത്തുന്നു. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ ശക്തമായ നടപടികൾ ആവശ്യമെങ്കിൽ സ്വീകരിക്കണം. ഗ്രാമപഞ്ചായത്ത് ഭരണകർത്താക്കളുമായി ഇക്കാര്യം സംസാരിച്ചെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. സത്യത്തിൽ സ്ഥലപരിചയമില്ലാത്തതും അതോടൊപ്പം തന്നെ ആ പുഴയുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ അടിയൊഴുക്കും മറ്റ് തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളത് മനസ്സിലാക്കാതെ ആളുകൾ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടും ആ മുന്നറിയിപ്പുകളൊന്നും ഗൗനിക്കാതെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുന്ന ഒരു രീതിയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. മേലിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചു. അവിടെ കൂടുതൽ പ്രിക്കോഷണറി മെഷേഴ്സ് ആളുകൾ പുളിക്കടവിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഇടപെടൽ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് അതിനെ മുന്നിൽ വെച്ചുകൊണ്ടൊരു പൊതുചർച്ചയും പൊതുവായ ഒരു ഇടപെടലും ഈ ഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അത്യന്താപേക്ഷിതമായ ആ കാര്യത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. GTV ന്യൂസ് കോതമംഗലം.